മനമോറുന്നിതാ പുതുരുചി രസനദൻ തുമ്പിലായി മധു പകർത്തുന്നുവോ മനമാകലേ രുചി മലയാളം രുചി മലയാളം. ദൂരദർശൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് രുചി മലയാളം. ഞാനിപ്പോൾ കണ്ണൂരാണ്. കണ്ണൂർ എന്നത് തിറകളുടെയും തറികളുടെയും നാടാണ്. ധാരാളം ബീഡി തൊഴിലാളികളുടെ നാടാണ്. ഒരുപാട് കുടിൽ വ്യവസായങ്ങളുടെ നാടാണ്. കണ്ണൂരിന് ഒരുപാട് പ്രത്യേകതകൾ ഇനിയുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളുള്ള നാടാണ്. ഏറ്റവും പ്രത്യേകതയുള്ളത് ഒരുപാട് വിഭവങ്ങളുള്ള നാടാണ്. രുചികളുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തലശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ഇന്ന് നമ്മുടെ രുചിയാത്ര. നമുക്ക് ഒരുമിച്ച് ചോദിച്ച് പോവാം. കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അജയാണ്. തലശ്ശേരി ബിരിയാണിയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇന്ന് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് തലശ്ശേരി ബിരിയാണി. നമുക്ക് അജ്മയിലേക്ക് ഇന്ന് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓ പിന്നെ ഇന്ന് നല്ല തിരക്കുള്ള ദിവസം കൂടെ, ക്രൗഡുള്ള ദിവസം കൂടെ അല്ലേ? നൗഷാദൊക്കെ അവിടെ? ഇവിടെ നൗഷാദ് ഇവിടെ കണ്ണൂരുണ്ട്. മുജീബ് വെട്ടുവാണ്ടത്തുണ്ട്. റസാഖും കണ്ണൂരുണ്ട്. ഞങ്ങളെല്ലാം ദമ്മിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇതിൽ വേറെ അജിനമുട്ട, കളറ്, ഡാൽഡ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുന്നു. മൊത്തം ബിരിയാണിക്ക് മാത്രമായിട്ട് അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ ആകർഷിച്ച് വരുമെന്നുള്ള ധാരണയിലാണ് ബിരിയാണി മാത്രമായിട്ട് തുടങ്ങിയത്. മറ്റ് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ വെറും ബിരിയാണി, ഓൺലി ബിരിയാണി, എല്ലാ വെറൈറ്റി ബിരിയാണി. ഒന്ന് പിന്നെ നൗഷാദ്, നൗഷാദ്, റസാഖ്, മുജീബ്, മമ്മൂട്ടി, നമ്മൾ 4 ആൾ. പിന്നെ മീറ്റ് നമ്മൾ മട്ടണെല്ലാം മെയിലാടെ ഉപയോഗിക്കുള്ളൂ. വേറെ കൊഴുപ്പും ഇതൊന്നും ഇടില്ല. ഒരു ഏജ് 10 കിലോൻ്റെ ഉള്ളിലുള്ളത് മാത്രം അത് മീറ്റ്. പിന്നെ ഫിഷ് എല്ലാം ഫ്രഷ് ആണെങ്കിൽ വന്ന് അങ്ങനെയുള്ളത് മാത്രമേ ചെയ്യൂ. ഐസ് അങ്ങനെ വരുന്ന കോൾഡ് സ്റ്റോറേജ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ചിക്കൻ പിന്നെ എപ്പം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ബോയിൽ ലഗോൺ കോഴിയാണ് ബിരിയാണിയാണ് ഇവിടെ. പിന്നെ മസാലകൾ നമ്മുടെ ഷെഫിന് എല്ലാം പർച്ചേസ് ചെയ്ത് പുള്ളി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് എൻ്റെ ഒരു സീക്രട്ട് പുള്ളിൻ്റെ അടുത്താണ്. റസാഖാണ് അതിൻ്റെ ആൾ. പുള്ളി എല്ലാം അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഡാൽഡ, അജിനമുട്ട, വേറെ കളർ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കില്ല. പിന്നെ ഫ്രഷ് ഓണിയൻ ആയാലും ഫ്രഷ് എല്ലാം, അതിലെന്തെങ്കിലും ടൊമാറ്റോ ആയാലും എല്ലാം കേടുണ്ടെങ്കിൽ ഉടനെ റിട്ടേൺ ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ ഇവിടെ 10-12 വർഷമായി, 13 വർഷമായി അങ്ങനെ തന്നെ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് അതേ ഇതിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ കിച്ചണിലെപ്പോഴും ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന വിധത്തിലാണ് നീറ്റായിട്ട് തന്നെ ചെയ്യുന്നത്. അതിന് ഞങ്ങൾ 4 പാർട്ട്നേഴ്സും എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. തലശ്ശേരി ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ്, അതിൻ്റെ ആ മണം. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീരകശാല അരിയാണ് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ബാക്കി നാടുകളിലൊക്കെ ലോങ് ഗ്രെയിൻസ് എന്ന് വെച്ചാൽ നീളം കൂടിയ അരി ഉപയോഗിക്കാറുണ്ട്, ബസ്മതി റൈസ് ഉപയോഗിക്കാറുണ്ട്, പലതരത്തിലുള്ള ബിരിയാണി അരികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ തലശ്ശേരിക്കാർക്ക് ജീരകശാല വിട്ടുള്ളൊരു കളിയില്ല. കൈമ റൈസ് എന്നാണ് അതിനെ പറയുക. ആ കൈമ റൈസ് വെച്ചിട്ടായിരിക്കും തലശ്ശേരിക്കാർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ ജീരകശാല അരിയുടെ പ്രത്യേകത തന്നെ ഒരു തരത്തിലുള്ള മണമുണ്ട്.
ഈ മണമുള്ള ചില പ്രത്യേകതരം അരികളുണ്ട്. അത് ഗന്ധകശാല എന്ന് പറയുന്ന അരിക്ക് നല്ല മണമുള്ള അരിയാണ്, ജീരകശാല മണമുള്ള അരിയാണ്, പിന്നെ പലതരം ബസ്മതി റൈസിനും മണമുണ്ട്. അരികളിൽ ഏറ്റവും മണം കൂടിയത് തായ്ലൻഡുകാർ ഉപയോഗിക്കുന്ന ഒരു ജാസ്മിൻ റൈസ് എന്ന് പറയും. ആ റൈസിനാണ് ഏറ്റവും മണം കൂടിയതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തലശ്ശേരിക്കാരുടെ ദം ബിരിയാണി അജുവയിൽ നിന്ന് ഞാൻ കഴിക്കാൻ പോവാണ്. ഇന്ന് എൻ്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ ബിരിയാണി വന്നു, അതിൻ്റെ മണമൊക്കെ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബിരിയാണിയുടെ, തലശ്ശേരിക്കാരുടെ ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകത ഈ ചുവന്ന മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ചുവന്ന മുളക് പൊടിയില്ല, മഞ്ഞൾപ്പൊടിയില്ല, പച്ച മസാലയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പൈസും വളരെ കുറവായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് പോലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പിന്നെ ഓയിലും കുറവായിരിക്കും, ലെസ് ഓയിലിയാണ്. സാധാരണ ബിരിയാണികളെക്കാൾ ഓയിൽ കുറവായിരിക്കും. പിന്നെ മട്ടൻ ബിരിയാണിയുടെ ഒരു പ്രത്യേകത ദം ബിരിയാണിയാണ്. സാധാരണ എപ്പോഴും പല ഭാഗങ്ങളിലും ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഒക്കെ ഒന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ ആ ബിരിയാണിയിലേക്ക് ഇറങ്ങില്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്ന നോൺ വെജിൻ്റെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ റൈസിലേക്കും, റൈസിൻ്റെ ഒരു ഫ്രാഗ്രൻസും ഫ്ലേവറും ആ മീറ്റിലേക്കും ഒക്കെ വരാനുണ്ട്. അത് കിട്ടണമെങ്കിൽ ആ ടേസ്റ്റിൻ്റെ ഷെയറിങ് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഗ്രൻസിൻ്റെ ഷെയറിങ് കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കുള്ള മീറ്റിൽ തന്നെ, എന്ന് വെച്ചാൽ പൊരിക്കാത്ത മീറ്റിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് കൃത്യമായ ഫ്ലേവർ കിട്ടുക. ആദ്യം ബിരിയാണി ചോറ് തയ്യാറാക്കുന്ന വിധം. കൈമേരി അഥവാ ജീരകശാല അരി നന്നായി കഴുകി ഊറ്റിവെക്കണം. ഒരു വലിയ അടികട്ടിയുള്ള പാത്രത്തിൽ കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ എന്നിവയിട്ട ശേഷം നെയ്യ് ചേർക്കുക. മൂത്തു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ചേർക്കാം. തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. പാകത്തിന് കല്ലുപ്പും ചേർക്കുക. നന്നായി തിളച്ചു കഴിഞ്ഞാൽ അരിയിടാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ചേർക്കാം. അരിയിട്ടാൽ നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം തീ കുറച്ച് വേവിച്ചെടുക്കുക. ഇനി മസാല തയ്യാറാക്കുന്ന വിധം. ബിരിയാണി ചെമ്പിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് വാട്ടുക. വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കോഴിയിറച്ചി കഷ്ണങ്ങൾ ചേർക്കുക. അതിന് മുകളിലായി പുതിനയിലയും കല്ലുപ്പും ചേർക്കുക. അടച്ചുവെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ചെറുതായി അരിഞ്ഞ് പൊരിച്ചെടുത്ത സവാള ചേർക്കാനുള്ള സമയമാണ്. വീണ്ടും 5 മിനിറ്റ് കൂടി അടച്ചുവെച്ച് വേവിക്കുക. അതിനുശേഷം ഗരം മസാലപ്പൊടി, ചെറുനാരങ്ങാ നീര് എന്നിവ ചേർത്ത് ഇളക്കുക. ഒടുവിലായി മല്ലിയില വിതറി തീ നന്നായി കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബിരിയാണി ചോറ് നിരത്തിയ ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ച സവാള എന്നിവ മുകളിലായി വിതറി ഒരു നനഞ്ഞ തുണി ചുരുട്ടി പാത്രത്തിന്റെ വക്കിൽ വെച്ച് മൂടി വെച്ച് ദമ്മാക്കിയെടുക്കുക. ചെറിയ തീയിൽ വേണം ബിരിയാണി ദമ്മാക്കാൻ. 20 മിനിറ്റിന് ശേഷം ബിരിയാണി വിളമ്പാം. തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകത എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. ഞാൻ സ്ഥിരമായി കഴിക്കാറുണ്ട്. ഒരു ദിവസം പോലും നാളെ കഴിക്കണ്ട എന്ന് തോന്നിയിട്ടില്ല. സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. കുട്ടികൾക്ക് പോലും ഇത് എത്ര കഴിച്ചാലും ഞങ്ങൾക്ക് മതി എന്ന് തോന്നില്ല. പിന്നെയും കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അത്രയും ടേസ്റ്റിയാണ്. അതെ അതെ അതെ. സാധാരണ ബിരിയാണിൻ്റെ എരിവില്ല, ഒരു നോർമൽ എല്ലാം പക്കായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് അല്ല, നമ്മളിപ്പോൾ സാധാരണ കഴുകി കഴിഞ്ഞാൽ ആ ഓയിൽ ഇങ്ങനെ സോപ്പ് ചെയ്തില്ലെങ്കിൽ കയ്യിലുണ്ടാവും. ഇത് അങ്ങനെയുള്ള ഒരു അനുഭവമില്ല. രുചി മലയാളം.
ബിരിയാണിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പല നാട്ടുകാരും പല കഥകളാണ് പറയുന്നത്. അതിൽ ഒരു കഥ ഇതാണ്. ഇറാനിലെ പട്ടാളക്കാർ മരുഭൂമിയിൽ ചൂടുകാലത്ത് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ തയ്യാറാക്കുന്ന ഒരു ഭക്ഷണമാണ് പിന്നീട് ബിരിയാണിയായി മാറിയത് പോലും. ഒരു വലിയ പാത്രത്തിൽ ഇറച്ചിയും മസാലകളും അരിയും പാകത്തിന് വെള്ളവും ഒഴിച്ച് ആ പാത്രം അടച്ച് നന്നായി സീൽ ചെയ്ത് രാവിലെ മരുഭൂമിയിലെ മണലിൽ കുഴിച്ചിടും. വൈകുന്നേരം തിരിച്ചു വരുന്ന സമയം മരുഭൂമിയിലെ കൊടും ചൂടിൽ ഇത് വെന്തു വരും. ഈ വിഭവത്തിന് അതീവ സ്വാദായിരുന്നു പോലും. ഈ പാത്രത്തെ ബുറിയാൻ എന്നാണ് പറയാറ്. ബുറിയാനിൽ തയ്യാറാക്കുന്ന ആഹാരമായതുകൊണ്ടാണ് ബിരിയാണിക്ക് പിൽക്കാലത്ത് ആ പേര് കിട്ടിയത്. ബിരിയാണിയുടെ പ്രത്യേകത മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊന്നും കൊടുക്കുന്നില്ല. വെറും പച്ച മസാല ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഇതെല്ലാം കൂടി ബിരിയാണി മസാല ആയതിനു ശേഷം 1 മണിക്കൂർ ദമ്മിടും. എന്നിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ബിരിയാണി ഉണ്ടാക്കി 2 മണിക്കൂർ എടുക്കും. മട്ടൻ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ. ഇവിടെ ചെയ്യുന്ന ലഗോണാണ്, അത് 2 മണിക്കൂർ എടുക്കും. ബ്രോയിലർ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 മണിക്കൂർ മതി. മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന വിധം. മട്ടൻ ഇടത്തരം കഷ്ണമായി മുറിച്ച് വൃത്തിയാക്കിയെടുക്കുക. അതിലേക്ക് കല്ലുപ്പ്, ചെറിയ കഷ്ണങ്ങളായി മുറിച്ച തക്കാളി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില എന്നിവ ചേർത്ത് പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. മുക്കാൽ വേവായി കഴിഞ്ഞാൽ അതിലേക്ക് പൊരിച്ച സവാള ചേർക്കുക. നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഗരം മസാലപ്പൊടി, നാരങ്ങാനീര് എന്നിവ ചേർക്കുക. ഒടുവിലായി മല്ലിയില ചേർത്ത് തീ കുറയ്ക്കണം. അതിനു മുകളിലായി നേരത്തെ തയ്യാറാക്കിയ ബിരിയാണി ചോറ് നിരത്തി മുകളിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ച സവാള എന്നിവ വിതറി ഒരു നനച്ച തുണി അരികിൽ വെച്ച് ബിരിയാണി ദം ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വേണം ദം ചെയ്യാൻ. ഇങ്ങനെ തയ്യാറാക്കിയ ബിരിയാണി 20 മിനിറ്റിന് ശേഷം നമുക്ക് വിളമ്പാം. ഈ ബിരിയാണി എന്ന് വെച്ചാൽ തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി വേൾഡ് ഓവറിൽ ഫേമസ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ കൂട്ടുകൾ, അത് ഉണ്ടാക്കുന്ന വിധാനം, വിധികൾ എല്ലാം മറ്റുള്ള ബിരിയാണിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തലശ്ശേരി ബിരിയാണി കാരണമാണ് ഇവിടെയുള്ള ഫേമസ് ആയിരിക്കുന്നത്. സാധാരണ
തലശ്ശേരി ബിരിയാണികളുടെ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മീൻ ബിരിയാണിയാണ്. എനിക്ക് മീൻ ബിരിയാണി വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് മട്ടൻ ആയതുകൊണ്ട് തന്നെ അത് കഴിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് മട്ടൻ ബിരിയാണി കഴിച്ചത്. തലശ്ശേരിയുടെ ബിരിയാണിയുടെ ഇന്നത്തെ ഒരു മിസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ എപ്പോഴും തലശ്ശേരി ബിരിയാണിക്ക് ഒരു ചമ്മന്തി ഉണ്ടാവും. ഒന്നുകിൽ പുതിന ചമ്മന്തി ആയിരിക്കും, അതല്ലെങ്കിൽ സാധാരണ പച്ചമുളക് കൊണ്ട് വൈറ്റ് കളറിലുള്ളൊരു ചമ്മന്തി കിട്ടും. ആ ചമ്മന്തിയുടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഇന്ന് ചമ്മന്തി മിസ്സിംഗ് ആണ്. പക്ഷേ ചമ്മന്തിക്ക് പകരം ഇവിടെ ഒരു അച്ചാറുണ്ട്. അത് ഡേറ്റ്സും പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് അച്ചാറാണ്. ആ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചാറിനോടൊപ്പം ഒരു സാലഡ്, ഒരു പ്ലേറ്റ് സാലഡും ഉണ്ട്, ഈ അച്ചാറും ഉണ്ട്. ഡേറ്റ്സും ബീറ്റ്റൂട്ടും ചേർത്തിട്ടുള്ള, അതിനകത്ത് ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാറാണ്. അതാണ് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ തലശ്ശേരി വീടുകളിൽ നമ്മൾ ഫിഷ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവരതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി വയ്ക്കാറുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഇന്നിപ്പോൾ പിന്നെ നന്നായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ്, ലോകത്തെ പല സ്ഥലത്തു നിന്ന് പാകിസ്ഥാനി ബിരിയാണി വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് തലശ്ശേരി, ടിപ്പിക്കൽ തലശ്ശേരി ബിരിയാണിയാണ്. രസമൂറുന്നിതാ പുതുരുചി, രസനദൻ തുമ്പിലായി മധുപകർത്തുന്നുവോ മനമാകലേ. രുചി മലയാളം, രുചി മലയാളം.